സർവശക്തനായ ദൈവം ഒരിക്കൽ കൂടി ചില ചിന്തകളുമായിട്ട് നിങ്ങളുടെയൊക്കെ അടുക്കലേക്ക് വരുവാനായിട്ട് ഭാഗ്യം തന്നിരിക്കുകയാണ്. ഓരോ ദിനവും ദൈവം നടത്തുന്ന വിധങ്ങൾ ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ ഒന്നും നമുക്ക് പറയാനില്ല. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എൻ്റെ അമ്മ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് സ്വർഗത്തിലേക്ക് യാത്രയായി ദിവസമാണ് ഇന്ന്. 6ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. 90 വർഷം 90ാം വയസ്സിലാണ് എൻ്റെ അമ്മ യാത്രയാവുന്നത്. സങ്കീർത്തകൻ പറയുന്നു, മനുഷ്യരുടെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80. നമ്മുടെ പൂർവ്വ മാതാപിതാക്കളും ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പലരും ഇത്രയും വയസ്സൊന്നും ജീവിക്കാനുള്ളൊരു ഭാഗ്യം ഇല്ലാതെ ആണ് കടന്നു പോകുന്നത്. ഇത്രയും വർഷമൊക്കെ ജീവിക്കുവാൻ ഭാഗ്യം കിട്ടുന്നത് തന്നെ ദൈവത്തിൻ്റെ കരുണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് എൻ്റെ മനസ്സിന് ഒരു വിഷമം തോന്നിപ്പിക്കുന്ന ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ നമ്മൾ നമ്മുടെ ദൈവത്തോട് പങ്കുവയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ചില ദുഃഖങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ച്ചാൽ നല്ലതാണെന്ന് പറയാറില്ലേ? അങ്ങനെ ഒരു വിഷമം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, ഇന്ന് പകർച്ചവ്യാധി പോലെ തന്നെ നമ്മുടെയൊക്കെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു അവസ്ഥ, ആത്മഹത്യ എന്ന ഒരു പ്രേരണ. ഇന്ന് നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിൽ കൂടെയും വാർത്തകളിൽ കൂടെയും ദിനം പ്രതി കണ്ടുവരുന്ന ഒരു വാർത്തയാണ് ആത്മഹത്യ. അത് ഇന്നിപ്പോൾ പ്രായവ്യത്യാസമന്യേയാണ് കണ്ടുവരുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ പ്രായമുള്ളവരും ഒക്കെ ആയിരുന്നു. ഇന്ന് കൊച്ചു കുട്ടികൾ മുതൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ യൗവനക്കാരും വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ആൾക്കാർ പോലും ഇന്ന് ആത്മഹത്യ എന്ന പ്രവണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയൊക്കെ കൊച്ചു കുട്ടികൾ ചെയ്യുന്നത് അത് മുതിർന്നവരിൽ നിന്ന് കണ്ട് പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കേട്ട് അവർ ചെയ്യുന്നതായിരിക്കും. എന്നാൽ പ്രായമായവരും ജീവിതത്തിൻ്റെ മൂല്യങ്ങളും ജീവിതത്തിൻ്റെ നന്മകളും ഒക്കെ അറിഞ്ഞ് ജീവിച്ചവർ അങ്ങനെ ഒരു പ്രേരണയിലേക്ക് കടന്നു പോകണമെങ്കിൽ എത്രമാത്രം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി അവരുടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ഒരു മനുഷ്യൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അവൻ ആത്മഹത്യ എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്, അല്ലേ? കാരണം മനുഷ്യൻ്റെ പരാജയത്തെ ഒന്ന് അഭിമുഖീകരിക്കാനുള്ള ഒരു മനസ്സ് നഷ്ടപ്പെടുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. അതിനൊരു സ്വർഗീയ ജ്ഞാനം കൂടി ആവശ്യമുണ്ട് മനുഷ്യന്. കാരണം നമുക്ക് സാധ്യമല്ലാത്ത പല കാര്യങ്ങളും ദൈവത്താൽ സാധ്യമാകുന്നുണ്ട്. നമുക്ക് ദാനമായി കിട്ടിയ ജീവിതം അത് നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യം എന്ന് വേദപുസ്തകത്തിൽ ചോദിക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരാജയം ഒരിക്കലും ഒരു അവസാനമല്ല, അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കത്തില്ല. കാരണം കുറച്ച് വിഷമമോ ഒരു ബുദ്ധിമുട്ടോ ഒരു പരാജയമോ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് പതറിപ്പോവുകയാണ്. കാരണം നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസം മനുഷ്യരിലാണ്. ദൈവത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നില്ല. നമുക്ക് ഒരു സാമ്പത്തിക തകർച്ച വരുമ്പോൾ, മാരക രോഗങ്ങൾക്ക് അടിമയാകുമ്പോൾ
ചികിത്സാ ചെലവിന് കാശില്ലാതിരിക്കുമ്പോൾ, ഒരു അപമാന ഭാരമേൽക്കുമ്പോൾ, ചുറ്റുപാടുകളിലുമുള്ള ആൾക്കാർ കുറ്റാരോപണങ്ങളുമായി നമ്മൾക്കെതിരെ തിരിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ആരും സ്നേഹിക്കാനില്ല എന്നുള്ളയൊക്കെ തോന്നലുകൾ കടന്നു വരുമ്പോഴാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ എന്ന ആ വഴിയിലേക്ക് എത്തി നിൽക്കുന്നത്. എന്നാൽ അവനെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, അവനെ മനസ്സിലാക്കുന്ന ഒരു ആൾ നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് നമ്മൾ അങ്ങനെയുള്ളൊരു മൂല്യച്യുതിയിലേക്ക് നശിച്ചു പോകുന്നത്. അത് കുറച്ചു നാൾ ഒക്കെ അവർ മദ്യത്തിൻ്റെ ആസക്തിയിൽപ്പെട്ട് സുഖലോലുപതയിലൊക്കെ കഴിയും. അവരുടെ വിഷമത്തെ സഹിക്കാതെ വരുമ്പോൾ മദ്യത്തിൻ്റെ ആസക്തിയിലും കഞ്ചാവിൻ്റെയൊക്കെ അടിമയായി ജീവിക്കും. അവർ നല്ല സൗഹൃദ ബന്ധങ്ങളില്ലാതിരിക്കുമ്പോൾ ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് ആരും ഇന്നത്തെ കാലത്ത് ഇല്ല. പങ്കുവച്ചാൽ തന്നെ ചില മാനസിക വ്യവസ്ഥയിൽ എൻ്റെ ദുഃഖങ്ങൾ ഞാൻ തന്നെ അറിഞ്ഞാൽ മതിയല്ലോ, വേറെ ആരുമായിട്ട് പങ്കുവെക്കേണ്ട അവസ്ഥയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ പങ്കുവെച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ഒന്നും മനസ്സിലാക്കാതെ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ഇപ്പോൾ നീ പോ എന്ന് പറഞ്ഞ് വിടുന്നവരുണ്ട്. അവർ കടന്നു പോകുന്ന അവസ്ഥയൊന്നും മനസ്സിലാക്കാൻ ആരും ഇന്നത്തെ കാലഘട്ടത്തിലില്ല എന്നുള്ളതാണ് ഒരു ശരിയായ അവസ്ഥ. പിന്നെ നമുക്ക് ഒത്തിരി മാനസിക സംഘർഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരോടൊന്ന് പങ്കുവയ്ക്കുക. നമ്മളെ ഏറ്റവും വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് പങ്കുവയ്ക്കുക. ഇപ്പോൾ അവരോടൊന്നും പങ്കുവയ്ക്കാൻ സാധ്യമല്ല എങ്കിൽ നമ്മൾക്ക് നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ന്യായ പാലന സംഘടനകളുണ്ട്. മീൻസ് പോലീസ് അധികാരികളുണ്ട്. നമ്മുടെ സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസുകാരൊക്കെ ഇപ്പം ജനമൈത്രി പോലീസൊക്കെ നമുക്ക് ഒത്തിരിയേറെ മാനസിക സംഘർഷമാണ്. അപ്പം ഇപ്പോൾ ഒരു ആത്മഹത്യാ പ്രേരണയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ മൊമെൻ്റ് ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. പക്ഷേ അതിൽ നിന്നൊന്ന് കരകയറാനായിട്ടാണ് നമ്മൾ ആരെങ്കിലും ഒരു കൈത്താങ്ങ് കൊടുക്കേണ്ടത്. ഇന്ന് ടെക്നോളജിയൊക്കെ വളർന്നു, ഒത്തിരി സാങ്കേതിക മികവുകൾ നമ്മുടെ ലോകം കണ്ടുപിടിച്ചു. പക്ഷേ മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢത, അതിനും കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? AI വഴിയും അല്ലാതെ ഒത്തിരിയേറെ ടെക്നോളജി ഉണ്ട്, മനുഷ്യൻ്റെ ആർട്ടിഫിഷ്യൽ ടെക്നോളജികളൊക്കെ ഉണ്ട് മനുഷ്യൻ്റെ മനസ്സിനെ കണ്ടുപിടിക്കാനൊക്കെ. എന്നാൽ ഈ നമുക്ക് ആവശ്യപ്പെടുമ്പോൾ ഉപകരിക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനവും ഇന്ന് വരെയും ഇല്ല. എല്ലാം നടന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സംവിധാനമേ നമുക്കുള്ളൂ അല്ലേ? അപ്പോൾ ഇങ്ങനെ പരാജയത്തിൻ്റെ അവസ്ഥയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മളെ സ്നേഹിക്കാൻ ഒരാളുണ്ടെന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായമായിട്ട് ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് വരുമ്പോൾ അവർ അവസാന കച്ചിത്തുരുമ്പായിട്ടായിരിക്കും നിങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അവർ ചുമ്മാതെ പറയുന്നതായിരിക്കും, അതൊക്കെ ശരിയാകൂടാ അല്ലെ, അവർ ശരിയാകൂടി എന്ന് പറഞ്ഞ് നമ്മൾ അവരെ അകറ്റി നിർത്തുമ്പം അവർ നിസ്സഹായരായിട്ട് പിൻവാങ്ങിപ്പോകേണ്ട ഒരവസ്ഥയുണ്ട്. കോട്ടയത്ത് നമ്മൾ കണ്ടു, ഒരു സ്ത്രീ 2 കുഞ്ഞുങ്ങളെയായിട്ട് ട്രെയിനിന് മുമ്പിൽ ചാടിയത് അല്ലേ? അവരെ സഹായിക്കാൻ ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ, കാരണം കാരണം ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല ആരെ നമുക്ക് സഹായിക്കേണ്ടത് എന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്നിരുന്നാലും അങ്ങനെയൊക്കെയുള്ളൊരു മാനസിക സംഘർഷത്തിൽ ആ നിസ്സഹായ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു അവസ്ഥയാണ് അല്ലേ? വേദപുസ്തകത്തിലും ഉണ്ട് ഇങ്ങനെ ആത്മഹത്യ ചെയ്ത്, അപമാനഭാരത്താൽ ആത്മഹത്യ ചെയ്ത്, നമ്മളെ ചുറ്റുമുള്ളവർ യുദ്ധത്തിൻ്റെ കെടുതിയിൽ നിൽക്കുമ്പോൾ ഞാൻ പരാജയപ്പെടും എന്നുള്ള അപമാനഭാരത്താൽ ആത്മഹത്യ ചെയ്തവനാണ് വേദപുസ്തകത്തിൽ സാവൂള് തന്നെ പിന്നെ കൊല ചെയ്യാനായിട്ട് ആൾക്കാർ വരും. ഞാൻ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് കരുതിയപ്പോൾ അവൻ സ്വന്തം വാളിന്മേൽ കിടന്ന് സ്വയം വീണ് ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ സിമ്രി എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്. അദ്ദേഹം പട്ടണം പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ സിമ്രി കൊട്ടാരത്തിൻ്റെ ഉള്ളറയിൽ കിടന്ന് കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കാരണം പരാജയബോധം. ഒന്ന് പരാജയപ്പെട്ടാൽ എന്താ, ഒന്ന് തോറ്റുപോയാൽ എന്താ? ഇപ്പം നമുക്ക് അറിയാം, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ അറിയാം.
യൂദാസ് യേശുവിൻ്റെ കൂടെ നടന്ന വ്യക്തിയാണ്, അല്ലേ? യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ തോളിൽ കിടന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറഞ്ഞ വ്യക്തിയാണ്. അവൻ്റെ കയ്യിൽ നിന്ന് അവൻ ചതിച്ചു. ആ പണം അവന് ജീവിതത്തിന് അവന് ഉതകിയില്ല എന്ന് മനസ്സിലായി അവൻ ഉടനെ ചെന്ന് ആത്മഹത്യ. എന്നാൽ യേശു സ്നേഹിക്കുന്നവനും പാപങ്ങൾ ക്ഷമിക്കുന്നവനുമാണ് എന്നറിയാമായിരുന്ന യൂദാസ് യേശുവിൻ്റെ അടുത്തേക്കൊന്ന് തിരിച്ചു ചെന്നാൽ മതിയായിരുന്നു. എനിക്കിങ്ങനെ പറ്റിപ്പോയി എന്ന് പറയുവാൻ ഉള്ളൊരു മാനസിക അവസ്ഥ യൂദാസിന് കിട്ടിയില്ല, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ അത് നമ്മൾ തുറന്നു പറയാനുള്ള ഒരു മാനസിക ബലം നമുക്കുണ്ടാവണം. അപ്പോൾ ഏത് പരാജയത്തിൻ്റെ അവസ്ഥയിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ നമ്മൾ എപ്പോഴും മനുഷ്യരിൽ മാത്രം പ്രത്യാശ വച്ചാൽ, മനുഷ്യരിൽ മാത്രം വിശ്വാസം ഉറപ്പിച്ചാൽ സാധ്യമാവുകയില്ല. അതിനാണ് ഈ ദേവാലയങ്ങളും ദേവാലയ സംവിധാനങ്ങളും ആത്മീയ വളർച്ചയും നമുക്ക് ആവശ്യമുണ്ട് എന്ന് പലപ്പോഴും പറയുന്നത്. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇന്ത്യയിലും കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളുണ്ട്, കൺവെൻഷൻ സെൻ്ററുകളുണ്ട്, സ്പിരിച്വാലിറ്റി സെൻ്ററുകളുണ്ട്, കൗൺസിലിംഗ് സെൻ്ററുകളുണ്ട്. യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ മോട്ടിവേഷണൽ ടോക്സ് ഉണ്ട്. പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് ഇതിലൊന്നും ഉപകരിക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം നമുക്ക് പ്രസംഗങ്ങളും അല്ലെങ്കിൽ കുറേ മോട്ടിവേഷണൽ ടോക്സും ഒന്നും കേട്ടിട്ട് കാര്യം, നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു മാറ്റം വരുത്താനുള്ള ഒരു ചിന്ത വേണം. നമുക്ക് തന്നെ നന്നാവണം എന്നുള്ളൊരു ചിന്ത. അത് ചില സമയത്ത് നമ്മളാൽ അസാധ്യമല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളും വേദനകളും ഒത്തിരി നമ്മൾ തന്നെ പേറേണ്ടത് ആവശ്യമില്ല. നമ്മൾ കുറച്ച് നമ്മുടെ ദൈവത്തിന് തന്നെ വിട്ടുകൊടുക്കണം. ഈശോയുടെ കയ്യിലേക്ക് നമ്മുടെ വിഷമങ്ങൾ വിട്ടുകൊടുക്കുക. ഒരിക്കൽ ഒരച്ഛനൊരു ധ്യാനത്തിൽ പറഞ്ഞതാണ്, ഒരു അച്ഛൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുക. കുട്ടികളോട് ചോദിച്ചു, ഈശോയ്ക്കിഷ്ടം വീരപ്പനെയാണോ മദർ തെരേസയാണോ എന്ന്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വീരപ്പനെയാണോ മദർ തെരേസയാണോ എന്ന്. അപ്പോൾ കുട്ടികളാകെപ്പാടെ കൺഫ്യൂസ്ഡായി. കാരണം കുട്ടികൾ വിചാരിച്ചു പാവികളെ തേടിയൊക്കെയല്ലേ വന്നേക്കുന്നത്, അപ്പം യേശുവിനിഷ്ടം, കുറച്ച് കുട്ടികൾ വിചാരിച്ച് യേശുവിനിഷ്ടം വീരപ്പനെ ആയിരിക്കുമെന്ന്. മദർ തെരേസ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന കാരണം മദർ തെരേസ ആയിരിക്കും യേശുവിനിഷ്ടം എന്ന് കുറച്ച് പേര് വിചാരിച്ചു. പക്ഷേ അതിന് യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരപ്പൻ തൻ്റെ മക്കളെ എല്ലാവരെയും തുല്യമായിട്ടാണ് സ്നേഹിക്കുന്നത്, അല്ലേ? തെറ്റ് ചെയ്താൽ അവരെ ഉപദേശിക്കും, അവർ നേർവഴി പോകാനായിട്ട് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കും. തൻ്റെ ഒരു കുഞ്ഞ് തെറ്റ് ചെയ്തു, അല്ലെ അവന് ചീത്ത സ്വഭാവമാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ ആരെയും ഉപേക്ഷിക്കുമോ? ഇല്ല. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, യേശുപ്പച്ചനിഷ്ടം രണ്ടുപേരെയും തുല്യമായിട്ടാണ്. പക്ഷേ വീരപ്പൻ യേശുപ്പച്ചൻ്റെ ആ സ്നേഹത്തെ ഉൾക്കൊണ്ടില്ല. യേശു ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് ഇത്രയേ കൃപകൾ നൽകിയിട്ടുണ്ട്, ഈ ഭൂമിയിൽ വാഴാനുള്ള എല്ലാ സൗകര്യങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു കൃപ വീരപ്പൻ മനസ്സിലാക്കിയില്ല. പക്ഷേ മദർ തെരേസ യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു. അപ്പം ആ കിട്ടിയ ജീവിതം അത് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ മദർ തെരേസ ജീവിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ നന്മകളെ നമ്മൾ ഓർക്കണം, അല്ലെ? കൃപകളെ ഓർക്കണം. ഇപ്പം ജീവിതത്തിൽ സുഖങ്ങൾ മാത്രം നമുക്ക് ജീവിതത്തിൽ ലഭിക്കുമെന്നല്ല. സുഖങ്ങൾ ജോബിൻ്റെ പുസ്തകത്തിൽ കണ്ടിട്ടില്ലേ? നമുക്ക് ജോബ് പറയുന്നുണ്ട് നന്മകൾ മാത്രം സ്വീകരിക്കാൻ മാത്രം. കാരണം നന്മകൾ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ കൃപകൾ ലഭിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ വേദനകളും നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഒരു പരാജയം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിച്ച് കളയാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. അത് നമുക്ക് താങ്ങാനാവുന്നില്ല എങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഒന്ന് പങ്കുവയ്ക്കുക. ആ കേൾക്കുന്നയാൾ അവരെ ഒന്ന് സ്വീകരിക്കാൻ. ഇപ്പം നമ്മളിപ്പോൾ ഒരു കുടുംബജീവിതമായിട്ട് കഴിയുന്ന ഒരു സാധാരണക്കാരുടെയൊക്കെ അടുത്തേക്ക് ഒരാൾ വന്ന് പറയുമ്പം ചിലപ്പോൾ നമുക്ക് അവരെ ഒന്ന് സഹായിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ അതിന് സഹായിക്കാൻ പറ്റുന്ന ഒരാളുടെ എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഒരിപ്പോൾ അങ്ങനെ ഒരു വ്യക്തി മാനസിക പിരിമുറുക്കത്തിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ, രക്ഷിക്കാൻ, ജീവിക്കാൻ ഒരു വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി മനസ്സ് തുറന്ന് അങ്ങനെ ഒരു ആളുമായിട്ട് പങ്കുവയ്ക്കുക ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന്.
ദയവ് ചെയ്ത് ദാനം കിട്ടിയ ജീവിതം നശിപ്പിക്കാനായിട്ട് ആത്മഹത്യയിലേക്ക് പോകാൻ ശ്രമിക്കരുത്. കാരണം ആത്മഹത്യ ചെയ്യുന്നൊരു വ്യക്തി മരണത്തിൽ കൂടെ അദ്ദേഹം അങ്ങ് പോകും, ആ പുള്ളിക്കാരൻ മരിക്കും. പക്ഷേ അതിന് ചുറ്റുപാടുമുള്ള മനുഷ്യർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ മക്കൾ, ഭാര്യ അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ ഒത്തിരിയേറെ വേദനകളിൽ കൂടെയും നിയമ സംവിധാനങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകണം. അതുകൊണ്ട് മറ്റുള്ളവരെ കൂടി ഒന്ന് ഓർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം ദൈവത്തിന് ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ സാധിച്ചില്ല എങ്കിലും ദൈവം നമുക്ക് സഹായിക്കാനായിട്ട് ആരെയെങ്കിലും ഒരു ദൂതനെ അയക്കും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക. അതുകൊണ്ടാണ് എപ്പോഴും ഈ ആത്മീയ ഗുരുക്കന്മാരൊക്കെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. അവർ നമുക്ക് ഒരു വിഷമസന്ധ്യയെ അഭിമുഖീകരിക്കാൻ കഴിയണമെങ്കിൽ ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അല്ലെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതിനെ മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക്, ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിക്കാനായിട്ട് അറിയുന്നവർക്കത് മനസ്സിലാകും. കാരണം ദൈവം എത്രത്തോളം നമ്മളെ കരുതുന്നു എന്ന് കരുതണമെങ്കിൽ, നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി ആർജിക്കണമെങ്കിൽ ദൈവിക മൂല്യങ്ങളുമായിട്ട് ജീവിച്ചാൽ മാത്രമേ ഒരു പ്രതിസന്ധിയെ നമുക്ക് അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. മനുഷ്യ മക്കളിൽ ആശ്രയം വെക്കുന്നതിനേക്കാൾ നല്ലത് ദൈവിക മൂല്യങ്ങളിലും ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയം വെക്കുക. മനസ്സ് പതറുന്ന നിമിഷം ആരെങ്കിലുമായിട്ട്, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിക്കുക. നിയമ സംവിധാനങ്ങളുണ്ട്, ആത്മീയ ഗുരുക്കന്മാരുണ്ട്, അധ്യാപകരുണ്ട്, നല്ല നല്ല സൗഹൃദങ്ങളുണ്ട്. ആരെങ്കിലുമായിട്ട് പങ്കുവെച്ച് അതിനുള്ളൊരു സൊല്യൂഷൻ തേടുക. അല്ലാതെ നമുക്ക് ദാനമായി കിട്ടിയ മനോഹരമായ ജീവിതം, നമ്മുടെ ചുറ്റുപാടുകൾ എന്തുമാത്രം ആൾക്കാരുടെ കഷ്ടപ്പാടിലും ദുരിതത്തിലും വർഷങ്ങളോളം കിടക്കയിലൊക്കെ ആയിരിക്കുന്നവർ എന്തുമാത്രം പേരുണ്ട്. അവരെയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ജീവിക്കാനായിട്ട് ഈ രാജ്യത്ത് എന്തുമാത്രം വഴികളുണ്ട്. അപ്പം അങ്ങനെയൊന്നും തിരഞ്ഞെടുക്കാൻ പോകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിപ്പാനായിട്ട് നമ്മൾ പതറാതിരിക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.